ഞാൻ അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിലേക്ക് ഇങ്ങോട്ട് കോണി ഇങ്ങനെ കയറി വരുമ്പം കുറേ ആളുകൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. അവർ പള്ളിയിലേക്ക് സുബഹിക്ക് ജമാഅത്തിന് വന്ന ആളുകളാണ്. അവർ പള്ളിയിലേക്ക് സുബഹിക്ക് ജമാഅത്തിന് വരാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്, ഒരു വലിയ നേട്ടമാണ്. നിസ്കാരം കഴിഞ്ഞ് അവർ തിരിച്ചു പോയി, പിരിഞ്ഞു പോയി. നിസ്കരിക്കാൻ വന്ന ചില ആളുകൾ വീണ്ടും പള്ളിയിൽ തന്നെ ഇരിക്കുന്നു കുറച്ച് സമയം കൂടി. ഖുർആൻ ഓതുന്നു, ഖുർആൻ പഠിക്കുന്നു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് കിട്ടാത്ത ഖൈർ മറ്റൊരു വിഭാഗം ആളുകൾക്ക് കിട്ടുകയാണ്. നമ്മൾ റസൂലുള്ള പറഞ്ഞത് ഒരു ഖൈറായ കാര്യവും നമ്മൾ നാളേക്ക് മാറ്റി വെക്കരുത്. കാരണം എന്താ, അത് നമുക്ക് നാളെ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, പിന്നെ എനിക്കൊരു ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ഞാൻ അങ്ങനെ നീട്ടി കൊണ്ടുപോവുക. അല്ലെങ്കിൽ ഞാനൊരു ദാനം ചെയ്യണം, ഒരു സദക്ക ചെയ്യണമെന്ന് കരുതുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി കഴിയട്ടെ, അല്ലെങ്കിൽ എന്ന കാര്യം കഴിയട്ടെ, അതിന് ശേഷം ചെയ്യാം എന്ന് നമ്മളിങ്ങനെ കരുതി കൊണ്ടുപോകണം. അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നമുക്ക് അതിനവസരം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഒരു നല്ല കാര്യം നമ്മളെ മനസ്സിൽ വന്നാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം, അത് ചെയ്യണം, അതിന് കാത്തു നിൽക്കരുത്. അപ്പോൾ ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. മരണത്തിന് ശേഷവും ഖൈറും ഷെറും നമ്മളെ തുടരുന്നു എന്നത്. ഖൈറും ഷെറും ഈ ദുനിയാവിൽ മരിക്കുന്നത് വരെയാണ് എന്ന ചിന്ത നമ്മൾ മാറ്റിവെക്കണം. ആർക്കാണ് മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ഖൈറായി മാറുക? ദുനിയാവിൽ അവൻ്റെ ഖൈറിൻ്റെയും ഷെറിൻ്റെയും പട്ടിക പരിശോധിക്കുമ്പോൾ ഖൈർ ആരാണോ കൂടുതൽ ചെയ്തത് അവർക്ക് മരണാനന്തരമുള്ള ലോകം ഖൈറായിരിക്കും, ഖൈറിൻ്റെ ലോകമായിരിക്കും. ഷെറ് മാത്രമാണ്, ഖൈർ വളരെ കുറവാണ് എങ്കിൽ അവർക്ക് മരണാനന്തരം പോകുന്നത് ഷെറിൻ്റെ ലോകത്തേക്കായിരിക്കും. അപ്പം നമ്മൾ തന്നെയാണ് തീരുമാനിക്കണമെന്ന് അർത്ഥം, വേറെ ആരുമല്ല. ഖൈറും ഷെറും ഒക്കെ നമുക്ക് എന്താ വരിക എന്ന് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നതിൻ്റെ മറുപടി കൂടിയാണ് ഈ പറഞ്ഞത്. നമുക്ക് ഖൈറാണോ ഷെറാണോ മരണത്തിന് ശേഷമെന്ന് തീരുമാനിക്കുന്നത് ആരാ? അള്ളാഹ് തീരുമാനിച്ചു വെച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയി എന്നല്ല, മറിച്ച് നമ്മൾ തന്നെയാണ് അതൊക്കെയും തീരുമാനിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരും. അപ്പോൾ ഇതിലൊരു മാനക്കേടാണ്, ഈ ആയത്തിൻ്റെ കണ്ടൻ്റ് ഒരു മാനക്കേടാണ് അല്ലേ? ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു പരത്തിയ ഒരു അപമാനം ആയിഷ ബീവിക്ക് എന്തായി? അതൊരു മാനക്കേടായി, കുടുംബത്തിനൊരു മാനക്കേടായി, ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും മാനക്കേടായി. പക്ഷേ നിരപരാധികളാണ് അവർ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. പക്ഷെ നാട്ടിൽ മൊത്തത്തിൽ അതൊരു വ്യാപകമായി അങ്ങനെ പരന്നു. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങുന്നതിന് ഇടയിലുള്ളൊരു സമയം നമ്മൾ ശ്രദ്ധിക്കണേ. ആ സമയമായിരുന്നു, ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത്, ഈ ആയത്ത് ഇറങ്ങുന്നതിന് ഇടയ്ക്കുള്ള സമയമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണത്തിൻ്റെ സമയം. മനസ്സിലായില്ലേ? ആ സമയത്ത് അവർ സംരക്ഷിച്ച അവരുടെ ഈമാൻ അതവർക്ക് ഹൈറായി മാറി. ഇപ്പം നമ്മളെ സമൂഹത്തിലൊക്കെ കാണുന്നത് എന്താ? ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു. അപ്പോൾ എന്തായിരുന്നു കാരണം മാനക്കേട്. എല്ലാ രൂപത്തിലും സാമ്പത്തിക കടബാധ്യതകൾ വന്നിട്ട് ആൾക്കാർ വന്ന് ശല്യപ്പെടുത്തിയിട്ട് മാനക്കേട് കൊണ്ട് മാനക്കേട് സഹിക്കാൻ കഴിയാതെ അവസാനിപ്പിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപവാദം പറഞ്ഞ് പരത്തി അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാതെ നോക്കണവരും കാണുന്നവരും ഒക്കെ ഒരു കല്യാണത്തിന് പോകാൻ വയ്യ, സൽക്കാരത്തിന് പോകാൻ വയ്യ, അതിന് മാത്രം ഒരു പെണ്ണിനെ പറ്റി വേണ്ടാത്തത് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും അങ്ങനത്തെ ഒരു കണ്ണോടുകൂടി നോക്കും. അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാതെയായി, വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കും. മരിച്ചോടത്തും പോകില്ല, കല്യാണത്തിനും പോകില്ല, സൽക്കാരത്തിനും പോകില്ല, വിരുന്നും പോകില്ല, യാത്രയും പോകില്ല. അങ്ങനെ ഇരുന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് ജീവിതം മുഴുവനും കൂരിരുട്ടായി മാറി. അവസാനം ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? വീട്ടിൻ്റെ ഉള്ളിലുള്ളവർ വരെ അങ്ങനെ പെരുമാറാൻ തുടങ്ങി. വീട്ടിലുള്ള ആൾക്കാർ വരെ, സ്വന്തം ഭർത്താവിൻ്റെ മാതാപിതാക്കളും അവനാൻ്റെ വീട്ടിൽ പോകാൻ വയ്യ, അവിടെ ഉള്ളവരും ഒക്കെ ഇങ്ങനെ പിന്നെ നോക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. അവസാനം ഇവൾ വിഷം കഴിച്ചിട്ടോ വീട്ടിൽ നിന്ന് റൂട്ടമൊക്കെ ഇറങ്ങിപ്പോയി ഏതെങ്കിലും ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാനുമ കെട്ടി തൂങ്ങിയിട്ടോ ഒക്കാണ്ട് ജീവിതം അവസാനിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം ഈ അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് അതിനിടയിലുള്ളൊരു ഇടവേള ഉണ്ട്. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ആയത്തിറങ്ങുന്നത്. ആ ആയത്ത് ഇറങ്ങുന്നത് വരെ അവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു എന്നതാണ്.
അള്ളാഹു തആല അവർക്ക് എന്താക്കി കൊടുത്തത്? ഹൈറാക്കി കൊടുത്തത്. വലിയ പാഠമാണ് ഇതിലൊക്കെ. ചെറിയ 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 നിസ്സാര കാര്യങ്ങളിൽ നമ്മൾ അസ്വസ്ഥത കാണിക്കുകയും ആവലാതി പറയുകയും പരാതി പറയുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ട്. നമുക്ക് ഹൈറുണ്ടാകുമ്പോൾ ഒരു നിലപാടും ഷെറുണ്ടാകുമ്പോൾ വേറെ നിലപാടും. ഇനി നമുക്ക് നോക്കാനുള്ളത് അതാണ്. ആ ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ്, ഇത് കുറേ കാര്യങ്ങൾ പറയാണ്ട് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പുതിയ ആയത്തിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഹൈർ മാത്രമാണ്, അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഹൈർ മാത്രമാണ്. ഒരു ഷെറും നമുക്ക് ഉണ്ടാകരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷെ ഒരിക്കലും നടക്കൂല, ഒരിക്കലും നടക്കൂല. നമുക്ക് ജീവിതത്തിൽ ഹൈറും ഷെറും മാറി മാറി വരും. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത് അറിയോ? നമുക്ക് ഏതൊരു കാര്യം ഷെറായി തോന്നിയാലും അതിനെ അവൻ ഹൈറാക്കി മാറ്റണം. മനസ്സിലായില്ലേ? എങ്ങനെ? ഏതൊരു കാര്യം എന്തേപ്പം അനക്ക് ഇങ്ങനെ വന്നെന്ന് ചോദിക്കുകയാണ്. നമുക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ആശുപത്രി കൊണ്ടുപോയി പരിശോധിച്ച് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ കുറച്ച് ദിവസം ICUലൊക്കെ കിടന്ന് നമ്മൾ വീട്ടിലേക്ക് വിശ്രമിക്കാൻ വന്നു. അപ്പോൾ അങ്ങോട്ട് പോയോടുന്ന് ഇങ്ങോട്ട് കിട്ടിയെന്ന് പറയാം. അങ്ങോട്ട് പോയോടുന്ന് ഇങ്ങോട്ട് കിട്ടി. അപ്പോൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ കാണാൻ വന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, അനക്കെങ്ങനെ ഇപ്പോൾ ഇത് വന്ന്? ഈ ഒരു ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കലില്ല, ഒരു ബീഡി വലിക്കലില്ല, ഒരു സിഗരറ്റ് വലിക്കലില്ല, ഈ ഒരു കള്ള് കുടിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ കമ്പനി എനിക്കില്ല, രാവിലെ ഒന്നും നടക്കാൻ പോണ ആളാണ്, എക്സസൈസ് ചെയ്യുന്ന ആളാണ്, ഭക്ഷണത്തിൽ കൺട്രോളുള്ള ആളാണ്, ഇങ്ങോട്ടും അനക്കെങ്ങനെ ഇത് വന്ന് എന്നാ ചോദ്യം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഈ ചോദ്യമാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ ജീവിതത്തിൽ ഹൈർ മാത്രം കിട്ടണമെന്ന് ഒരാളും വിചാരിക്കേണ്ട. ഹൈറും ഷെറും വരും. ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ്? ഈ ഷെറുകളെയെല്ലാം എന്താക്കി മാറ്റണം? ഹൈറാക്കിയിട്ട് മാറ്റാൻ പറ്റണം. അതുകൊണ്ട് ഹൈർ വരുമ്പോൾ ഉണ്ടാകേണ്ട നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം? ഷെറ് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അല്ലാഹു തആല സൂറത്തുൽ മആരിജിൽ 70-ാം അധ്യായമാണ്. ആ സൂറത്തുൽ മആരിജിൽ ഹൈറിനെക്കുറിച്ചും ഷെറിനെക്കുറിച്ചും ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ഹൈർ വരുമ്പം മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഷെറ് വരുമ്പം മനുഷ്യൻ്റെ അവസ്ഥ പൊതുവെ എങ്ങനെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും സൂറത്ത് മറിച്ചോളെ. സൂറത്തുൽ മആരിജ് 70-ാം അധ്യായം. മആരിജ് കണ്ടില്ലേ? അതിലെ 1 മുതൽ 24 വരെയുള്ള ആയത്തുകൾ ഒതുക്കോളെ. നമ്മുടെ എല്ലാ കണക്ക് കൂട്ടലുകളെയും നമ്മുടെ ധാരണകളെയും നമ്മളെ ചിന്തകളെയും ഒക്കെ ആകെ തകിടം മറിക്കുന്ന വല്ലാത്തൊരു വിഷയങ്ങൾ പറയുന്ന ഒരു സൂറത്താണിത്. ഞാൻ ഓതി എല്ലാ ആയത്തിൻ്റെ അർത്ഥം പറയണില്ല, ഇതിൻ്റെ ഭാഗം മാത്രം ഒന്ന് പറയാം. കാരണം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു പറയുന്നത് വരാൻ പോകുന്ന ഒരു വലിയ അദാബിനെ സംബന്ധിച്ചാണ് അള്ളാഹ് പറയാൻ പോണത്. ഇത് ഈ ലോകത്തിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ട് ആ അവസാനം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വല്ലാത്തൊരു അദാബായിരിക്കും. അത് അദാബ് വാക്യമാണ്, ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഈ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് തടുക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. അത് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിൻ്റെ മിഖ്ദാറൊക്കെ 50 അൽഫസന എന്നൊക്കെ പറഞ്ഞ് 50,000 വർഷത്തിന് ദൈർഘ്യമൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയുക ഫസ്ബിർ സബ്റൻ ജമീല. എങ്ങനെ ജീവിത അത് എവിടെ നിന്ന് നിങ്ങൾ ഈ ഖിയാമത്ത് നാളും അന്ത്യദീനമൊക്കെ സംഭവിച്ച് ആ മനുഷ്യന്മാർ ഒരുമിച്ച് കൂട്ടി അവിടെ ചെന്നിട്ട് ക്ഷമിക്കാനുള്ള കാര്യമല്ല പറയണത്. ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നന്നായി ക്ഷമിക്കണം. ഫസ്ബിർ സബ്റൻ ജമീല. എന്താ പറയുക, ഈ ക്ഷമയാണ് നമുക്ക് ബേസിക്. അതാണ് നമ്മളെ വിഷയം. എന്താ അറിയോ, നമുക്ക് എങ്ങനെ ഒരു ഷെറിനെ എന്താക്കി മാറ്റാം, അതിന് ഒരു ഷെറിനെ ഹൈറാക്കി മാറ്റുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമയാണ്. ക്ഷമ ഇല്ലാതെ ഒരു ഷെറായിട്ട് തന്നെ അവസാനിക്കണം. എപ്പോഴാണ് നിങ്ങൾ ക്ഷമ ഇല്ലാതിരിക്കുമ്പോഴാണ്. ഇത് വളരെയധികം നോട്ട് ചെയ്ത് വെക്കേണ്ട വിഷയമാണ്. ഒരു ഹൈറ്
ഒരു ഷെറ് ജീവിതത്തിൽ നമുക്കൊരു ദുരിതം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയിട്ട് ആ ബുദ്ധിമുട്ടിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ഹൈറാക്കി. ഇപ്പം നിങ്ങൾ പിന്നെ സൂറത്ത് സുമറിൽ അള്ളാഹു താല 1-2 സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മറിക്കുക എല്ലാവരും. സുമർ 39-ാമത്തെ സൂറത്ത്. പെട്ടെന്ന് ഒരു 2 മിനിറ്റ്. 39-ാമത്തെ സൂറത്ത് ഞങ്ങൾക്ക് 2 ആയത്തിൽ കാണിച്ചു തരാം. 39 സുമർ. അതിലെ 8-ാമത്തെ ആയത്തൊന്ന് വായിക്കുക ആദ്യം. ഇതാ മസ്സൽ ഇൻസാന ലുറുൻ ദആന. പിന്നെ ഇതാ മസ്സൽ 8-ാമത്തെ ആയത്ത്. ഇതാ മസ്സൽ ഇൻസാന ദആ റബ്ബഹു മുനീബൻ ഇലൈഹി. പിന്നെ ഹവലഹു നിഅമതൻ മിൻഹു നസിയ മാ കാന യദ്ഉ മിൻ ഖബൽ ഇലൈഹി മിൻ ഖബൽ വജഅല ലില്ലാഹി അൻദാദൻ ലിയുദില്ല അൻ സബീലി കുൽ തമത്ത ബി കുഫ്രിക ഖലീല ഇന്നക മിൻ അസ്ഹാബിൻ നാർ. നരകക്കാർ. ഈ ലുറ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷെറന്നെയാണ്, ദുരിതവും പ്രയാസം തന്നെയാണ്. ഇവിടെ ലുറ് എന്ന് പറഞ്ഞത് നമ്മളൊരു ഷെറിനെയാണ് എന്തായിട്ട് കാണുക? ലുറായിട്ട് കാണുക. അല്ല പറയാണ്, മനുഷ്യൻ അത് ബാധിച്ചാൽ എന്തുണ്ടാകുക? അവൻ നമ്മളോട് ഇങ്ങനെ താഴ്മയോടെ വിനയത്തോടെ പ്രാർത്ഥിക്കും. എന്നിട്ട് നാം അത് നീക്കിക്കൊടുത്ത് അവനൊരു നിയമത്ത് അധീനപ്പെടുത്തി കൊടുത്താൽ നസിയമാക്കാൻ യദോ ഇലൈ മിൻകബിൽ, മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ മറന്നു കളയും. വജാലില്ലാഹി, എന്നിട്ട് അള്ളാഹ്ക്ക് അവൻ സമന്മാരെ ഉണ്ടാക്കും അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി. നബിയെ പറയുക, നിൻ്റെ ഈ നിഷേധം കൊണ്ട് നീ കുറച്ച് കാലം സുഖെടുത്തോ. കുൽ തമത്ത ബി കുഫ്രിക കരീര ഇന്നക മിൻ അസ്ഹാബിന്നാർ. പോണത് കൊടുക്കുക, മരണം നരകത്തിലേക്കാണ്. എന്താ ഈ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും നമ്മൾ മറക്കുന്നൊരവസ്ഥ ഉണ്ട്. അത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പം നമ്മൾ അള്ളാഹിനോട് പറഞ്ഞൊരു മാനസികാവസ്ഥ ആകൂല നിയമത്തിൽ ജീവിക്കുമ്പോൾ. ഇവിടെ ഇതിലൊരു പ്രയോഗമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടും സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലുറ് വന്നാൽ ലുറ് നീക്കി എന്നല്ല അല്ല പറഞ്ഞത്, മറിച്ച് നിയമത്ത് തന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നൊക്കെ നമ്മൾ ഖുർആൻ്റെ മുന്നിൽ വെച്ച് പഠിക്കേണ്ട സംഗതിയാണ്. നിയമത്ത് ലുറ് ബാധിച്ചു, അങ്ങനെ ലുറ് നീങ്ങിയാൽ എന്നല്ല അല്ല പറഞ്ഞത്, മറിച്ച് നിയമത്ത് തന്നാൽ എന്നാണ് പറഞ്ഞത്. അതെന്താണെന്നറിയോ? നമുക്ക് ഒരു ദുരിതം വന്നിട്ട് ആ ദുരിതം നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ആ ദുരിതം തന്നെ നീങ്ങണമെന്നില്ല. ഇപ്പം നമ്മൾ രോഗിയായിട്ട് കിടക്കുക, കുറേ കാലം രോഗിയായി കിടക്കുക, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, നമ്മൾ രോഗം മാറിയില്ല. പക്ഷെ അള്ളാഹു തആല അപ്പുറത്ത് നമ്മളെ പഠിക്കണ മോളുണ്ടേനി, അല്ലെങ്കിൽ നമ്മളെ മകളുണ്ട്, അല്ലെങ്കിൽ മകനുണ്ട്, അവന് നല്ലൊരു റാങ്കിൽ അവന് PSC പാസ്സായി, അവനൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു, അവനക്കൊരു ജോലി കിട്ടി. മനസ്സിലായേണ്ട പറഞ്ഞത്? അപ്പം നമ്മൾ പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? ലുറ് അയ്യൂബ് നബി എന്താ പറഞ്ഞ്? അയ്യൂബ് അന്യ മസ്സനിയ ലുറാണ്. അപ്പോൾ രോഗം, അപ്പോൾ അത് നമുക്കത് മാറിയില്ല. പക്ഷേ അള്ളാഹു ഇപ്പുറത്തൊരു നിയമത്ത് തന്നു. മനസ്സിലായേണ്ട? നമുക്ക് തന്നെ ആവണമെന്നില്ല. ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല അബദ്ധ വിഷയങ്ങളും നമ്മളെ ജീവിതത്തിൽ വരണത്. അപ്പുറത്ത് അത് നമ്മൾ അള്ള തന്ന നിയമത്ത് കാണാതെ പോവുകയാണ്. ചില ആളുകൾക്ക് തീരെ ക്ഷമയില്ല. വസ്ബിർ സബ്രൻ ജമീല എന്ന് പറഞ്ഞില്ല നമ്മൾ അവിടുന്ന്. അതുകൊണ്ടാണ് ഞാനത് മറിക്കാൻ പറഞ്ഞത്. കുറച്ച് കിടക്കുമ്പോഴേക്ക് പിന്നെ അവൻ ആകെ അസ്വസ്ഥനായി, കുറച്ചൊരു ബാധ്യത. അപ്പോഴത്തേനും ഒരാൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ പള്ളിക്ക് കുത്തിന് തോർന്നിലൊന്നും കാര്യമില്ല, അവിടെ തങ്ങളുണ്ട്, മൂല്യരുണ്ട്, ഒന്ന് അങ്ങോട്ട് പോയിക്കോ, ആ കേന്ദ്രത്തേക്ക് പോയിക്കോ, അവിടെ പോയിട്ട് പറഞ്ഞോ. അപ്പോൾ എന്താ ഇവ ജാലില്ല എന്താ? ഇവിടെ അള്ളാഹ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഓൻ മറന്ന് അള്ളാഹ്ക്ക് സമന്മാരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൻ പോയി. കണ്ടാ എത്ര നമ്മളെ നാട്ടിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ പച്ചക്ക് പറഞ്ഞു തരല്ലേ. ഇനി ഇതേ സൂറത്തിൽ തന്നെ ഇതേ ആയത്ത് ആവർത്തിക്കുന്നുണ്ട്. എവിടെ നിന്ന് നിങ്ങൾ 49-ാമത്തെ ആയത്ത് നോക്കി. 49 ഇതേ ആയത്ത് അള്ളാഹ് ആവർത്തിക്കുകയാണ്. ഫൈദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅന. കണ്ട, നമ്മളോട് പ്രാർത്ഥിക്കും. സുമ്മ ഇദാ ഹവ്വൽനാഹു നിഅമത മിന്ന. കണ്ട, അവിടെ ദുർറ് നീക്കി എന്നല്ല പറഞ്ഞത്. പിന്നെന്താണ്? നിയമത്ത് കൊടുത്തപ്പോൾ കാല ഇന്നമ ഊത്തിത്തുഹു അലാ ഇൽമ. അത് എനിക്കത് കിട്ടേണ്ടത് തന്നെയാണ്. ഞാൻ എൻ്റെ അറിവുകൊണ്ടും എൻ്റെ യുക്തി കൊണ്ടും എൻ്റെ വെറുതെ നീങ്ങിപ്പോയതൊന്നുമല്ല. ഞാൻ ഭയങ്കര നഷ്ടത്തിലായിരുന്നു. ഭയങ്കര തുടങ്ങിയ കച്ചവടമൊക്കെ പൊളിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പിന്നെ 2-3 ബിസിനസ് വേറെ തുടങ്ങിയപ്പോൾ ഈ പൊളിഞ്ഞതൊക്കെ എനിക്ക് അതിന് മേലാണ് കിട്ടി. ആ കിട്ടിയത് ആ ദുർറ് നീക്കി നിയമത്ത് കൊടുത്താന്നോ മനസ്സിലാക്കിയില്ല. എന്താ പറഞ്ഞത്? അത് എൻ്റെ കച്ചവട തന്ത്രം കൊണ്ടും ഞാൻ ആ മാർക്കറ്റിൽ ആ ട്രെൻഡ് അറിഞ്ഞ് പൈസ ഇറക്കിക്കൊണ്ടൊക്കെയാണ് എനിക്കത് കിട്ടിയത് എന്ന നിലപാടാണ് അവൻ്റെ മനസ്സിലുണ്ടാവുക. കണ്ടാ നിയമത്തെ. എന്നിട്ട് അള്ള പറയാണ് ബൽ ഹിയ ഫിത്ന. എന്താ അള്ള പറഞ്ഞറിയാം? ആ കച്ചവടം അവനെ ഫിത്നയാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണം. ഇത് പറഞ്ഞോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ?
ലുറ് പല ടൈപ്പാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ രോഗം പറഞ്ഞപ്പോൾ ഇവിടെ കച്ചവടം പറഞ്ഞത്. ഇവന് ഇപ്പം ഇനിയിപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ കുറേ കാലം അലോപ്പതി നോക്കി, പക്ഷേ എന്നിട്ട് എനിക്കൊന്നും മാറി. പക്ഷേ എനിക്കിപ്പോൾ ഈ ആയുർവേദം ചെയ്തപ്പോഴാണ് മാറിയത്. അത് ഞാൻ അത് കണ്ടെത്തി, അത് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി, അതിനെപ്പറ്റി പഠിച്ചു. ആ പറഞ്ഞാണ് ഇൽമ്. ഞാൻ പഠിച്ചു, ആ വിഷയം ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ അയാളെടുത്ത് എത്തി. അങ്ങനെ എനിക്ക് എൻ്റെ രോഗം മാറി. ഇന്നമ ഊത്തി തുഹു അല ഇൽമ്. ആ രോഗം മാറിയത് ഓന് ഖൈറല്ല, ബൽഹിയ ഫിത്തിന വലാക്കിൻ അക്സറുഹും ലാ യഅലമൂൻ. പക്ഷെ ഭൂരിപക്ഷ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. അല്ലാഹ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഭൂരിപക്ഷ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. അക്സറുഹും ലാ യഅലമൂൻ. അപ്പോൾ ഇന്നമ ഊത്തിത്തു അല്ല, ഈ നേരത്തെ പറഞ്ഞ ആ ബിസിനസ്സും ഈ രോഗം മാറിയതൊക്കെ ഞാൻ എൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും ഞാൻ നേടിയെടുത്തതാണ് എന്ന് പറയുന്നത് അതൊക്കെ ഫിത്തിനാണ്, പരീക്ഷണമാണ്. അതൊന്നും ഖൈറാന്ന്. അപ്പോൾ ഇവിടെ രോഗം മാറിയതും, രോഗം ലുറാണ് അല്ലേ, മസ്സനിയ ലുറല്ലേ, ഈ രോഗം മാറിയതും ഈ കച്ചവടത്തിൽ ലാഭം കിട്ടിയതൊക്കെ ഇവൻ എന്തായത്, ആ ഷെറ് നീങ്ങിയ അല്ലെങ്കിൽ ആ ലുറ് നീങ്ങിയതാണോ ഒപ്പം ഉണ്ടായത്? ഇവൻ്റെ നിലപാടുകൊണ്ട് ആണോ? അല്ല. പിന്നെ എന്താ ഉണ്ടായത്? ആ ലുറ് ഇപ്പോഴും എന്തായിട്ട് നിൽക്കുകയാണ്? ലുറായിട്ട് തന്നെ നിൽക്കുകയാണ്. അല്ലാഹ് പറയാ ബൽഹിയ ഫിത്ന. അത് പരീക്ഷണം. കാരണം അവൻ്റെ നിലപാടും കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ശരി, ഫസ്ബിർ സബറൻ ജമീല, നല്ല ക്ഷമ വേണം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഈ ഭൂമിക്ക് ഒരു അവസാനമുണ്ട്. അല്ലേ? അതിന് നമ്മളെന്താ പറയുക? അന്ത്യസമയം എന്ന് പറയും അല്ലേ? നമ്മളെ മരണം നമ്മളെ അന്ത്യസമയം, നമ്മളെ സമയത്തിൻ്റെ അന്ത്യമാണെന്ത്? നമ്മളെ അന്ത്യസമയം എപ്പോഴാണ്? മരണം. ലോകത്തിൻ്റെ അന്ത്യസമയം, ലോകാവസാനം. മനസ്സിലായില്ലേ? എന്നിട്ട് അള്ളാഹ് പറയാണ്, നോക്കി, ഇന്നഹും യറൗനഹു ബഈദ, അവർ അതിനെ കുറേ അകലെയായിട്ടാണ് കാണുന്നത്. എങ്ങനെ? കുറേ കാലം ഇഞ്ഞുണ്ടെന്ന് അവർ വിചാരിക്കണത്. പക്ഷേ വനറാഹു ഖരീബ, നാം അതിനെ വളരെ അടുത്തായിട്ടാണ് കാണുന്നത്. എന്നിട്ട് അള്ളാഹു ലോകാവസാനത്തിൻ്റെ കുറച്ച് അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി പറയുന്ന കാര്യം കേട്ടോളി. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും എല്ലാം തെറ്റാൻ പോകുന്ന ഒരു ആയത്താണിത്. വലാ യസ്അലു ഹമീമുൻ, ഒരു ഉറ്റ ബന്ധുവും ഒരു ഉറ്റ ബന്ധുവിനെയും ചോദിക്കൂല, അന്വേഷിക്കൂല. നമ്മൾ ഉറ്റ ബന്ധു എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്താരാ? ഉറ്റ ബന്ധു എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്താരാ? വാപ്പയും അമ്മയും നമ്മളെ മക്കളും ഭാര്യയും അല്ലേ? അതല്ലേ നമ്മളെ ഉറ്റ ബന്ധു അല്ലേ? ചോദിക്കൂലെന്ന്. വാപ്പ മക്കളെ ചോദിക്കൂല, മക്കൾ വാപ്പാനെ ചോദിക്കൂല. കാണാത്തോണ്ടാ? അല്ലെങ്കിൽ ഇവിടെ ബാക്കി വരാൻ വേണ്ടി കേട്ടോളി. ഇത് വല്ലാത്തൊരു ആയത്താണ് ചോദിക്കൂല എന്ന് പറഞ്ഞത്. ഇപ്പം ഇന്നലെ താഹ ബീച്ചിൽ നമ്മളെ പള്ളീൻ്റെ തൊട്ട് മുന്നിൽ ഒരു 90ഓളം വയസ്സുള്ള ഒരു ഉമ്മ മരിച്ചു. അമ്മൻ്റെ മക്കളൊക്കെ നമ്മളെ ഖുർആൻ ക്ലാസ്സിന് വരണ, നമ്മളെ പള്ളിയിൽ വരണ. അപ്പം അതിലൊരു മകനെ എൻ്റെ കൈ പിടിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നോട് ദ്വാരക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ വാക്കെന്താ അറിയോ? എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങൾ, അമ്മക്ക് ഒരുപാട് വയസ്സുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി. ചിന്തിക്കണം, എൻ്റെ ഉമ്മാക്ക് പൈപ്പിട്ടിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്തും ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സമയത്തും ഉമ്മ എന്നെ വിളിക്കും, മക്കളെ വിളിക്കും. മക്കളെ ഉമ്മാക്ക് സംസാരിക്കാൻ നാവ് കുഴഞ്ഞ് സംസാരശേഷി പോണത് വരെ ഉമ്മ ഭക്ഷണം കഴിക്കാൻ ഉമ്മാക്ക് കഴിയില്ല. എന്നാലും ഉമ്മ മക്കളേന്ന് വിളിക്കും, ഞങ്ങളെ വിളിക്കും. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചോന്ന് അമ്മ ചോദിക്കുന്ന. ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ. നമ്മളെ മക്കളെ എത്ര തവണ ഒരു ദിവസം നമ്മൾ വിളിക്കുന്നു, അന്വേഷിക്കുന്നു. നമ്മളെ മാതാപിതാക്കളെ നമ്മളെ വിളിക്കുന്നു, അന്വേഷിക്കുന്നു അല്ലേ? വാപ്പാനെ കാണാൻ പൂതി പറഞ്ഞ് മക്കൾ കരയും. വാപ്പ എന്നാ വരികയെന്ന് ചോദിച്ചിട്ട്, നാട്ടിലില്ലാത്ത വാപ്പാനെ കാണാൻ വേണ്ടിയിട്ട് മക്കൾ കരയും അല്ലേ? ചോദിച്ചിട്ട് വിളിച്ചിട്ട് കരയും അവർ. എത്ര ഇങ്ങനെയൊക്കെ ഒരു ദിവസം പല തവണ നമ്മളെ മക്കളെ കാണാൻ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ചോദിക്കാതെ. എന്നാൽ അള്ളാഹ് പറയും, നമ്മൾ ഈ ഓമനിച്ച് പോറ്റി വളർത്തി നമ്മളെ മടിയിലിരുത്തി നമ്മൾ കൂടെ കൊണ്ട് നടന്ന മക്കൾ നമ്മളെ ചോദിക്കൂലാന്ന്. നമ്മളെ വാപ്പയും ഉമ്മയും അവിടെ വെച്ച് നമ്മളെ ചോദിക്കൂല, നമ്മൾ അങ്ങോട്ടും ചോദിക്കൂല. ഇനി വരാൻ പോണത് എന്താ നിങ്ങൾ കേട്ടോളി, വായിക്കേ. കാണാത്തോണ്ടല്ല, യുബസ്സറൂനഹും, അവരെ കാണിച്ചു കൊടുക്കും. എങ്ങനെ? അവർ കാണും, വാപ്പാനും ഉമ്മാനും കാണും, മക്കളെ കാണും, പക്ഷെ ചോദിക്കൂല, ഒരു വാക്കും സംസാരിക്കൂല, ഒരു വാക്കും മിണ്ടൂല. നമ്മളെ മുന്നിൽ വാപ്പയും ഉമ്മയും നമ്മളെ കണ്ടിട്ട് നമ്മളോട് മിണ്ടിയിട്ടില്ലെങ്കിൽ ആലോചിച്ചൊക്കെ എൻ്റെ അവസ്ഥ എന്താണ്? നമ്മളെ മക്കൾ നമ്മളെ കണ്ടിട്ട് മെയിൻറ്റ് ചെയ്യൂല, സംസാരിക്കൂല. യവദ്ദുൽ മുജ്രിമു, ആരാണിതൊക്കെ എന്ന് അറിയാം? നിങ്ങൾ തോന്നിയ പോലെ ജീവിച്ച് മരണപ്പെട്ട് വന്ന ആൾക്കാരാ. ആ മുജ്രിം ആഗ്രഹിക്കുന്നില്ലേ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബി ബനി. ആ വാപ്പ അമ്മ ആഗ്രഹിക്കുന്നത് ഈ മക്കളെ നരകത്ത് കിട്ടിക്കിട്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം മകനെ
ഇവനെ നരകത്ത് കിട്ടാളിന്ന് പറയുന്നു. സ്വന്തം വാപ്പാനെ ഉമ്മാനെ നരകത്ത് കിട്ടാളിന്ന് പറയുന്നു. അള്ള പറയണേ, നമുക്ക് വാപ്പാനെ തന്ന ഉമ്മാനെ തന്ന മക്കളെ തന്ന അള്ള പറയാ. നാളെ നമ്മൾ തിരിച്ചു പറയും. എന്താ ചിന്തിക്കേണ്ടത് നിങ്ങൾ? എവിടെയാണ് ഹൈറും ഷെറും ചിന്തിച്ചോളി. ഈ മക്കൾ ഇവിടെ നമുക്ക് ഹൈറാണ് അല്ലേ? ഈ വാപ്പി ഉമ്മി നമുക്ക് ഇവിടെ 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 ഹൈറാണ്. ഇനി വരാൻ പോണ ലോകത്തേക്ക് അത് ഷെറായിട്ട് മാറാൻ പോവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. തീർന്നിട്ടില്ല. ബാക്കി വ സാഹിബത്തിഹി വ ആഹി, സ്വന്തം ഇണയെ സഹോദരനെ, ഒരു ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ വന്ന ആങ്ങളെയും പെങ്ങളും. സാഹിബത്ത് പറഞ്ഞാൽ ഇണ, ഭാര്യ ഭർത്താവ്. അപ്പോൾ ഫസീലത്തിഹിലെത്തി തൂവി, അഭയം നൽകിയ കുടുംബം. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, ഇനി ഭൂമിയിലുള്ളവരെ മുഴുവൻ ഇട്ടാൾ എന്നാലും എന്നെ രക്ഷപ്പെടുത്തണം. ഈ അവസ്ഥ വരാൻ പോകുന്നുണ്ട്. അള്ളാഹ് പറയാ, കല്ലാ വേണ്ട, ഇന്നഹാലല്ലാ, അത് കത്തിച്ചൊലിക്കുന്ന നരകമാണ്. നസ്സാഅത്തലിശവ, തൊലികളെ കരിച്ചു കളയും. തദൂമൻ അതുപർവത്തവല്ല, തിരിഞ്ഞ് പിരിഞ്ഞ് പോണവനൊക്കെ അത് മാടി വിളിക്കും. ഫജമഊഹ, അവരൊക്കെ ഒരുമിച്ച് കൂട്ടി ആ നരകത്തിലേക്കിടും. ഇന്നൽ ഇൻസാന, ഇനി കേട്ടോളി, ഇന്നൽ ഇൻസാന ഖുലിക ഹലുഅ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അസ്വസ്ഥനായിട്ടാണ്. എന്താണ് എന്താണ് ഒരു തണുപ്പ് വന്നാൽ തണുപ്പോന്ന് പറയും, ഒരു ചൂട് വന്നാൽ ഓ വയർത്തിട്ട് വയ്യാന്ന് പറയും. ക്ഷമല്ലേ അവന്? ആ ചൂടും തണുപ്പൊക്കെ അവന് ഷെറായിട്ടാണ് കണക്കാക്കണത്. മനുഷ്യൻ അസ്വസ്ഥനായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാ മസ്സ ഉഷറു, ഇതാ മസ്സ ഉഷറു, വായിക്കേ, ഇതാ മസ്സ, നിങ്ങൾ കാണാൻ സ്ഥലം വിട്ടുപോയോ? ഇതാ മസ്സഹു ഷെറു ജസുഅ, ഷെറ് വന്നാൽ അസ്വസ്ഥനാവുകയാണ്. ഒരു ഷെറ് ബാധിച്ചാൽ അസ്വസ്ഥനാവുകയാണ്. പൊറുതികേട് കാണിക്കുന്ന വാക്കിന് ശരിക്കുള്ള അർത്ഥം പൊറുതികേട് കാണിക്കുകയാണ്. വൈദാ മസ്സഉൽ ഖൈറു മനുഅ, ഒരു ഖൈറ് വന്നാൽ ആ ഖൈർ അവൻ തടയും. ഖൈറ് അവനാന് മാത്രം, ഖൈർ ഒരാൾക്കും കൊടുക്കൂല. ഖൈർ ഒരാൾക്കും എന്ത് ചെയ്യൂല, അവന് കൈമാറ്റം ചെയ്യൂല. ഖൈർ എനിക്ക് മാത്രമാണ് അവൻ ആഗ്രഹിക്കുക. നമ്മളെ പെൺകുട്ടിക്ക് ഒരു നല്ല കല്യാണം കിട്ടണം, ഒരു നല്ല കല്യാണം, നമ്മളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം. എന്നാൽ വേറുള്ള ഒരാൾക്ക് അത് കിട്ടണം എന്ന് അവൻ്റെ മനസ്സിൽ പൂതിയില്ല, അവനാഗ്രഹമില്ല. അങ്ങനെ വന്നാൽ തന്നെ അസൂയ കാണിക്കുക. അപ്പുറത്തെ പെൺകുട്ടിക്ക് നല്ലൊരു കല്യാണം വന്നാൽ, നമുക്കൊരു പെൺകുട്ടി പരിയുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയില്ലല്ലോ, അത് ഓനക്കാളെ കിട്ടിയത്. മനസ്സിലായിട്ട് പറഞ്ഞത് മനുഷ്യൻ്റെ അവസ്ഥകളാണ് പറഞ്ഞത്. ഏത് ഖൈറിനെയും മനുഷ്യൻ ഷെറാക്കി മാറ്റിയാണ്. ഖൈർ വരുമ്പം അതവൻ തടയും, ഷെറ് വരുമ്പോൾ പൊറുതികേട് കാണിക്കും. എന്നാൽ ഇല്ലൽ മുസല്ലീൻ, ശരിക്കും നിസ്കാരം വേണം, ശരിയായ നിസ്കാരമുള്ളവൻ. അല്ലദീനഹും ഫി സ്വലാത്തിഹിം ദായിം, തോന്നുമ്പോൾ നിസ്കരിക്കല്ല, നിസ്കാരം ദായിമായിരിക്കും. അതിൻ്റെ കറക്റ്റ് ദായി എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് കൃത്യമായി നിസ്കരിക്കും. വല്ലദീനഹും ഫി അംവാലിഹിം ഹക്കുമാലും, അവൻ്റെ മുതലിൽ ചില ആൾക്കാർക്കൊക്കെ അവകാശം ഉണ്ടായിരിക്കും. എൻ്റെ മുതൽ എനിക്ക് മാത്രമൊന്നും ഉണ്ടാവില്ല, എൻ്റെ മുതലിൽ വേറെ കുറച്ച് ആൾക്കാർക്കും കൂടി അവകാശമുണ്ട്. ലിസായിരി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും അള്ള കൊടുക്കാതെ തടഞ്ഞു വെച്ചവർക്കും എൻ്റെ മുതലിൽ അവകാശം ഉണ്ടെന്നുള്ള ബോധം ഉണ്ടാകും. വല്ലതിന് യുസദ്ദിഖു നബി യൗമുദ്ദീൻ, ഒരു യൗമുദ്ദീൻ വരാണ്ട്, മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞ യൗമുദ്ദീൻ, ആ യൗമുദ്ദീനെ അവൻ സത്യപ്പെടുത്തും. വല്ലതിനഹും മിൻ അദാബി റബ്ബിഹി മുഷ്ഫിഖുൻ, റബ്ബിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് നടുക്കം രേഖപ്പെടുത്തുന്നവരുമായിരിക്കും, മുഷ്ഫിഖായിരിക്കും. മുഅ്മിനാണ്, മുത്തഖിയാണ്. മുഷ്ഫിഖാണ് നമ്മൾ കേട്ടിട്ടില്ല, ഉണ്ടോ? ഇന്നലത്തെ ഖുത്ബ എല്ലാവരും ഒന്ന് കേൾക്കണേ, ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും. ഇന്നലത്തെ ഖുത്ബ എല്ലാവരും ഒന്ന് കേൾക്കണം. മുഷ്ഫിഖ് ആകുക എന്നാണ് ആ ഖുത്ബൻ്റെ ഹെഡിങ്. നമ്മൾ മുഅ്മിനാകണം എന്നുള്ള ഖുത്ബ കേട്ടുകണേ, മുത്തഖിയാകണം എന്നുള്ള ഖുത്ബ കേട്ടുകണേ. മുഷ്ഫിഖ് ആകണം എന്നത് പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല. ഖുർആനിൽ ഒരു സ്ഥലത്തല്ല, നിരവധി സ്ഥലത്ത് അള്ളാഹു മുഷ്ഫിഖ് ആകാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ ആ ഖുത്ബ ഒന്ന് കേൾക്കുക. മുഷ്ഫിഖ് ആകാൻ വേണ്ടി പറയുന്നുണ്ട്. മുഷ്ഫിഖ് ആകണം. അത് ഖുർആൻ തദബ്ബുർ ചെയ്യുന്ന ആളുകൾക്ക് മുഷ്ഫിഖ് എന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ, ഖുർആൻ പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രം. അപ്പോൾ നടുക്കമുണ്ടാകുന്നവൻ എന്നാണ്. ഖശ്യതിഹി മുഷ്ഫിഖുൻ, ഭയത്താൽ നടുങ്ങുന്നവരായിരിക്കും അവർ. നമ്മൾ നടുങ്ങിക്കണമല്ലോ, പലതവണ ജീവിതത്തിൽ നടുങ്ങിയിട്ടില്ല, നടുക്കം രേഖപ്പെടുത്തി, നടുക്കം വിട്ടുമാറിയിട്ടില്ല അല്ലേ, ഉണ്ടായിട്ടില്ലേ? എന്നാൽ റബ്ബിനെക്കുറിച്ചുള്ള ബോധത്താൽ, പരലോകത്തെക്കുറിച്ചുള്ള ബോധത്താൽ വിട്ടുമാറാത്തൊരു നടുക്കം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അതാർക്കാണ് ഉണ്ടാകുന്ന ഒരു ലക്ഷണം എന്തൊക്കെയാണ്? അതിനെപ്പറ്റി ഖുർആൻ എന്താ പറഞ്ഞതെന്നൊക്കെ വളരെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ഖുത്ബയിലുണ്ട്. അത് നിങ്ങൾ കേട്ടാളി, ഞാൻ ആവർത്തിക്കാൻ സമയമില്ല. അപ്പം പറഞ്ഞു വന്നത് ഖൈറിനെ ഖൈറായിട്ട് തന്നെ മാറ്റുക, ഖൈർ നഷ്ടപ്പെട്ടു പോകരുത്. ഷെറുകളെ എന്താക്കി മാറ്റുക? ഖൈറാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് പരലോകത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഖൈർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ പറഞ്ഞതൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. ഏത് ഷെറിനെയും ഖൈറാക്കി മാറ്റാൻ നമുക്ക് എന്ത് വേണം? നല്ല ക്ഷമ വേണം. ആ ഷെറിൽ എന്ത് അടങ്ങിയിട്ടുണ്ട്? ഒരു ഖൈർ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ഖൈർ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം, അതിനറിവ് വേണം. അപ്പോൾ നാളെ പരലോകത്ത് നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അമ്മ യാമൽ മിസ്കാല തരത്തിന് ഖൈറയ്യറ, അമ്മ യാമൽ മിസ്കാല തരത്തിൻ. അപ്പോൾ അവിടെ ഖൈർ മാത്രമേ, ഖൈറിൻ്റെ ഭാഗത്ത് കനം തൂങ്ങുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ല എങ്കിൽ തന്ന ഖൈർ വരെ നമുക്ക് എന്തിലാ തൂങ്ങുക? ഇവിടെ തന്ന ഖൈർ മുഴുവനും നാളെ ഷെറിൽ
തൂങ്ങും. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഇതിനെ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.